ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അട്ടിമറിക്കാൻ CITU നേതാവിന്റെ സമ്മർദ്ദം. മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയത് CITU നേതാവ് അനിലാണ്. അനിലിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. തിരഞ്ഞെടുപ്പ് കഴിയും വരെ പരിഷ്കരണം മരവിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ശബ്ദരേഖ ജനം ടിവിക്ക് ലഭിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി അനിലാണ്. നമ്മുടെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം സഖാവും നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് KK ദിവാർ സഖാവ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കരീം സഖാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ഈ വിഷയം സംസാരിക്കുകയും മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫെബ്രുവരി 21 സർക്കുലർ മരവിപ്പിക്കാനും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സംഘടനയുമായി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തിയിട്ട് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തൂ എന്ന ഉറപ്പും കരീം സഖാവിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് ആ നിർദ്ദേശം വന്ന് ആവശ്യമായ തീരുമാനങ്ങൾ TCയും ഗതാഗത മന്ത്രിയും അറിയിച്ചതിന് ശേഷം നമ്മുടെ സമരപരിപാടികളിൽ ആവശ്യമായ തീരുമാനം എടുക്കുന്നതാണ്. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനമാണ് നമ്മളെ CITU നേതൃത്വവും പാർട്ടി നേതൃത്വവും എല്ലാം ഇടപെട്ട് സാധാരണ ജനങ്ങളോടും തൊഴിലാളികളോടും ഒപ്പമാണ് CITU എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. CITUവിൻ്റെ എല്ലാ സംസ്ഥാന നേതാക്കൾക്കും പാർട്ടി നേതാക്കൾക്കും എല്ലാം നമ്മുടെ യൂണിയൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശരി സഹാക്കളെ, വിശദ വിവരങ്ങൾ വീണ്ടും അറിയിക്കാം. വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കരണങ്ങൾ അട്ടിമറിക്കാൻ CITU ഇടപെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ ശബ്ദ സന്ദേശത്തിലൂടെ കേട്ടത്. മുഖ്യമന്ത്രിയുടെ കൃത്യമായ അനുകൂലമായ ഉറപ്പ് ലഭിച്ചെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് CITU ഇത്തരത്തിൽ ഇടപെട്ടത്, എന്താണ് സംഭവിച്ചത്? അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് സുധീഷ്? ലക്ഷ്മി, കഴിഞ്ഞ ഫെബ്രുവരി 21 ഡ്രൈവിംഗ് ടെസ്റ്റ് അടിമുടി പരിഷ്കരിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നത്. ഇത് മന്ത്രിസഭാ യോഗ തീരുമാനം കൂടിയായിട്ടാണ് ഗതാഗത മന്ത്രി ഇത് അവതരിപ്പിക്കുന്നതും. അതിൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം, അതോടൊപ്പം തന്നെ H-ന് പകരം 4 ചക്രങ്ങളുള്ള വാഹനങ്ങളുടെ ടെസ്റ്റിന് H-ന് പകരം വേറെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. പാർക്കിങ്ങിലും മറ്റുമുള്ള പ്രത്യേക സംവിധാനങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ലൈസൻസ് നൽകൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ കൈകൊണ്ട് ഗിയർ ഇടുന്ന ത്തിലുള്ള വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല. ഇരുചക്ര വാഹനങ്ങളുടെ ലൈസൻസ് ടെസ്റ്റ് നടത്തുമ്പോൾ അത് കാലുകൊണ്ട് തന്നെ ഗിയർ ഇടുന്ന രീതിയിലായിരിക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഗിയർ ഇല്ലാത്ത വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. അത്തരം കൃത്യമായ നിർദ്ദേശങ്ങളോടെയൊക്കെ തന്നെയുള്ള കൃത്യമായ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷവും വണ്ടി കൃത്യമായി ഓടിക്കാൻ അറിയാത്ത അവസ്ഥയിൽ മാറ്റം വരുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കം എന്നതായിരുന്നു ഇതിനെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ നീക്കത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരുന്നു. ഇത് അവർക്ക് പ്രായോഗികമായി നടപ്പാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടിന്റെ സംവിധാനങ്ങളും വലിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നടപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം മെയ് 1 മുതൽ നടപ്പാക്കാനാണ് തീരുമാനിച്ചിരുന്നതും. ഇതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ചുമതലയുള്ള എല്ലാ ജോയിന്റ് RTOമാർക്കും എല്ലാം തന്നെ കൃത്യമായി ഓരോ ആഴ്ചകളിൽ നിർദ്ദേശം ഗതാഗത വകുപ്പിൽ നിന്ന് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ തീരുമാനിച്ചത്. അത്തരത്തിൽ 3 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം നടത്താൻ അവർ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എളമരം കരീമും മറ്റു മുഖാന്തരം ഇത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങളെ എല്ലാം ആ നീക്കങ്ങളെ എല്ലാം മരവിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കും എന്ന ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്കും എല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് CITU ജനറൽ സെക്രട്ടറി എളമരം കരീമും ഔദ്യോഗികമായി കാര്യം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉറപ്പ് ലഭിച്ചു എന്നറിയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ. അതുതന്നെയാണ് ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ വിവരം ധരിപ്പിച്ചുകൊണ്ടുള്ള കത്ത് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ കിട്ടണം. അതിന് പിന്നാലെ ഇത് മരവിപ്പിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സമരപരിപാടികൾ പിന്നീട് തീരുമാനിക്കാം എന്ന ഒരു നിർദ്ദേശമാണ് CITU പ്രവർത്തകർക്ക് CITUവിന്റെ സെക്രട്ടറി നൽകുന്നത്. ഇതിൽ പറയുന്നത് മുഖ്യമന്ത്രി ആ ഉറപ്പ് നൽകി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്ക് അതുമായി ബന്ധപ്പെട്ട കത്ത് പോകേണ്ട താമസം മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് ഇത്തരത്തിലെടുത്ത ഒരു മന്ത്രിസഭാ തീരുമാനം
ഐ ടിയുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മരവിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി ഉറപ്പ് നൽകി എന്നാണ് CITU നേതാവ് വ്യക്തമാക്കുന്നതും. ലക്ഷ്മി, വിവരങ്ങൾ നൽകി.